ഗൈസ്, ഇന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ സൂപ്പാണ്, അതും സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ഇതിന് ആവശ്യമുള്ളത് കുറച്ച് കൊറിയാണ്ടർ ലീഫ്, ഒനിയൻ വേണ്ട, ഹാഫ് പീസ് ഒനിയൻ. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു എഗ്ഗ്, കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, ഗ്രീൻ കളർത്തെ ചില്ലിയും. സൂപ്പ് തയ്യാറാക്കാനായിട്ട് പാത്രം നമ്മൾ വെച്ചു. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. ഏകദേശം ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി ഈ വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സൂപ്പിൻ്റെ വെള്ളം തിളച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൂപ്പ് നമ്മൾ 2 സ്പൂണ് ഇടാൻ പോവുകയാണ്. 2 സ്പൂൺ ഇടണം. ഇതേപോലെയാണ് നമ്മുടെ സൂപ്പ് പൊടി. ഇത് ശകലം വെള്ളം വെച്ചുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. 2.5 സ്പൂൺ ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം, കുറച്ച് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ആവശ്യമായ സബോള, പച്ചമുളക്, മല്ലിയില ഇതിലേക്ക് ഇടുകയാണ്. ഇടുക. കൊറിയാൻഡർ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കുക. മിക്സ് എന്നാ പറയാം. ഏകദേശം ഇത് 1 മിനിറ്റ് ആയി. നമ്മുടെ മല്ലിയിലയും സവോളയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അത് എല്ലായിടത്തും ഇതായി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് ഈ തിളയ്ക്കുന്ന സൂപ്പിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം ഞങ്ങൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കത്തില്ലായിരുന്നു, പക്ഷേ മുട്ട ചേർത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റാണ്. ഇത് ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി മുട്ട നന്നായിട്ട് വെന്ത് എല്ലായിടത്തും ആയി. ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളതാണ് ബ്ലാക്ക് പെപ്പർ പൗഡർ. ഞങ്ങൾ കുറച്ചേ ചേർക്കുള്ളൂ, മക്കൾക്കും കൂടി കുടിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേ വെക്കുള്ളൂ. ഏകദേശം ലേശം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ആ കുരുമുളക് പൊടി എല്ലായിടത്തും മിക്സ് ചെയ്ത് നന്നായിട്ട് സൂപ്പിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ മക്കൾക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കുരുമുളക് പൊടി ഇടാറുള്ളൂ. അങ്ങനെ ഏകദേശം സൂപ്പിൻ്റെ പരുവം അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ ഇത് ഗ്ലാസ്സിലേക്ക് എടുത്ത് കുടിക്കാം. ഇതാണ് നമ്മുടെ സൂപ്പ് റെഡി ആയതുള്ള ചൂടോടുള്ള സൂപ്പ്. ഇപ്പം നമ്മുടെ ഫൈനൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. തണുപ്പാലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്.